വർക്ക് എനർജി പവറില് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഇപ്പം എനർജിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. അതായത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ആരാണ്? മെക്കാനിക്കൽ എനർജിയെ കുറിച്ചാണ്. ആരുടെ കുറിച്ചാണ്? മെക്കാനിക്കൽ എനർജിയെ കുറിച്ചാണ്. സോ മെക്കാനിക്കൽ എനർജിയിലുള്ള കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഓക്കെ, സോ എന്താണ് മെക്കാനിക്കൽ എനർജി നോക്കുക അല്ലെ. അതായത് മെക്കാനിക്കൽ എനർജി നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയാം അല്ലെ. അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ടോട്ടൽ എനർജി? എന്താണ് കൈനറ്റിക് എനർജി പ്ലസ് ആരാണ്? പൊട്ടൻഷ്യൽ എനർജി ആണല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നോക്കാം അല്ലെ. എന്താണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നോക്കാം. The total mechanical energy of a system is conserved if the forces doing work on it are conservative. Okay, അതായത് ഇപ്പം ഒരു മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ് നമുക്ക് കൺസേർവ്ഡ് ആണെന്ന് പറയാൻ പറ്റാം? അതിൽ വർക്ക് ചെയ്യുന്ന അതിലൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ആ ഫോഴ്സസ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കണം? കൺസർവേറ്റീവ് ആയിരിക്കണം അല്ലെ. അങ്ങനെയാണ് എന്ത് പറയാം നമുക്ക്? മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ നോക്കാം അല്ലെ. അതിലുള്ള മെയിൻ എക്സാമ്പിൾ എന്താണ്? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി. എന്താണ് ഫ്രീലി ഫോളിംഗ് ബോഡി? നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ കൊണ്ട് മാത്രം വരുന്ന ബോഡി നമ്മൾ എന്ത് പറയും? ആ ഒരു ഫോഴ്സസ് കാരണം മാത്രം സംഭവിക്കുന്ന നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയും. അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കുമ്പം എങ്ങനെയാണ് അവിടെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആകുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നോക്കാലോ, നമുക്ക് നോക്കാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം, പൊസിഷൻ എ അറ്റ് ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട്. അതായത് ഞാനൊരു ബോഡി ഒരു ഹൈറ്റിൽ വെക്കുകയാണ്. ഓക്കെ, ഒരു ഹൈറ്റിൽ വെക്കണം. ഒരു ബോൾ ആണെന്ന് വെച്ചോ. ഒരു ബോള് ഹൈറ്റിൽ വെക്കുകയാണ്. ആ പൊസിഷനെ ഞാൻ എ എന്ന് വിളിച്ചു. ഓക്കെ, സെൻട്രാന്ന് ഞാൻ പറയുന്നില്ല, എവിടെയോ അല്ലെ, എവിടെയോ നമ്മളൊരു ബി എന്ന പോയിന്റ് എടുത്തു. ഏറ്റവും താഴെ നമ്മൾ എന്തെടുത്തു? സി എന്ന പോയിന്റ് എടുത്തു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്. മേലെ നിന്നും, അതായത് എ എന്ന ഹൈറ്റ്, എ എന്ന പൊസിഷനിൽ നിന്ന് അത് താഴോട്ടേക്ക് വരികയാണ്. ഓക്കെ, താഴോട്ടേക്ക് വരികയാണ്. ഈ എ മുതൽ സി വരെയുള്ള ഹൈറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എച്ച് എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്തെന്ന് വിളിക്കുന്നു? എച്ച് എന്ന് വിളിക്കുന്നു. ഇനി ബി എന്ന് പറയുന്നത് ഒരു എക്സ് ഹൈറ്റിലാണുള്ളതെന്ന് വെച്ചോ. ബി എന്നത് എക്സ് ഹൈറ്റിലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ പോയിന്റിലെയും, അതായത് എ എന്ന പോയിന്റിലെയും ബി എന്ന പോയിന്റിലെയും സി എന്ന പോയിന്റിലെയും എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ എനർജി അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ എനർജി at പൊസിഷൻ എ, പൊസിഷൻ എവിടെയാണ്? എ എന്ന പൊസിഷനിലാണ്. ഓക്കെ, എ എന്ന പൊസിഷനിൽ എന്താന്ന് നോക്കാം നമുക്ക് അല്ലെ. എ എന്ന പൊസിഷനിലുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാം. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. ആരാണെന്നറിയാം? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മറ്റേ എ പോയിന്റില് ഈ ബോൾ നിൽക്കുകയാണ്. ഈ ബോളിനൊരു മൂവ്മെന്റ് ഒന്നുമില്ല, ഇത് അനങ്ങാണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ആ പോയിന്റിൽ കൈനറ്റിക് എനർജി ഉണ്ടാവോ? ഇല്ല അല്ലേ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് സെഷനിൽ. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? എന്ത് വേണം അവിടെ? മൂവ്മെന്റ് നടക്കണം അല്ലെ. എന്ത് നടക്കണം? അതായത് ഒരു മോഷൻ ഉണ്ടാവണം അവിടെ അല്ലെ. ഓക്കെ, സോ ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് എന്തില്ല? മോഷൻ ഇല്ല. സോ നമുക്ക് എന്ത് പറയാം സെപ്പറേറ്റ്ലി? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആരാണ്? സീറോ ആണ് അല്ലെ. ആരുമില്ല, കൈനറ്റിക് എനർജി ഇല്ല അവിടെ. ഓക്കെ, അത് മോഷനിലല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞൂടെ? പറയാം. കാരണം എന്തുണ്ട്? മൂവ് ചെയ്യാതെ ഒരു ഹൈറ്റിൽ നിൽക്കുകയാണ്. സോ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും എന്നറിയാം? നമുക്ക് എം ജി എച്ച്. എത്ര? എച്ച് എന്നല്ല, എ ടു സി എന്ന് പറയുന്നതിന്റെ ഹൈറ്റ്, ആ ഒരു ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് എന്നാണെന്ന് നമുക്കറിയാം. സോ അതിനെ നമുക്ക് എന്ത് പറയാം? എം ജി എച്ച് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ എന്ത് മനസ്സിലായി? പൊസിഷൻ അറ്റ് എ എന്ന പൊസിഷനിലുള്ള എന്ത് കിട്ടി നമുക്ക്? മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എം ജി എച്ച് ആണെന്ന്.
കറക്റ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ബി എന്ന പൊസിഷനിൽ നോക്കാം അല്ലെ. ബി എന്ന പൊസിഷനിൽ എന്തായിരിക്കും? ഇപ്പൊ ഇതേ കാര്യം, ഇത് സി ആണ് പൊസിഷൻ, ഇത് ബി ആണ്, മേലേലിരിക്കുകയാണ് എ. ഓക്കെ, മേലേലാണ് എ. ഓക്കെ, ഇവിടെയാണ് ബോൾ ഇരിക്കുന്നത്. ബോള്, ഈ ബോള് ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഓക്കെ ബി എന്ന പൊസിഷനിലേക്ക് എത്തി. എവിടെ എത്തി? എ എന്ന പൊസിഷനിൽ നിന്നും സഞ്ചരിച്ച്, അതായത് അവിടെ നിന്നും താഴോട്ടേക്ക് വന്നു. അപ്പൊ എത്രയായി? ബി എന്ന പോയിന്റിലേക്ക് ബോൾ എത്തിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തുള്ള ടോട്ടൽ എനർജി എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാലോ, വാ കണ്ടുപിടിക്കാം. എന്താണ് ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ? നമുക്കറിയാം. എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കും മക്കളെ. നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? എനർജിയെ കുറിച്ചാണ്. സോ നമ്മൾ ക്ലാസ്സിൽ എന്തായിരിക്കണം? എനർജി ആയിട്ടിരിക്കണം, എനർജിയോടെ പഠിക്കണം. എന്നാലേ നമുക്ക് എന്ത് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ഓക്കെ, സോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എന്തായിരിക്കും കൈനറ്റിക് എനർജി എന്ന് നോക്കാലോ. നമുക്കറിയാം ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണല്ലേ. എന്താണെന്നറിയാം? ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഈ ഒരു പൊസിഷനിൽ നോക്കുമ്പോൾ അറ്റ് ബി ആണ്, സൈഡിൽ എഴുതി വെച്ചോ, അറ്റ് ബി. ഓക്കെ, അറ്റ് ബിയിൽ നമുക്ക് ഹാഫ് എം അറിയാം, പക്ഷെ വി അറിയില്ല അല്ലെ. എത്ര ദൂരം സഞ്ചരിച്ചെന്നൊന്നും നമ്മൾക്ക് അറിയില്ല. ടോട്ടൽ ഹൈറ്റ് എച്ച് ആണെന്നറിയാം, ഇത് എക്സ് ആണെന്നറിയാം. ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തറിയാം? നമുക്ക് യൂണിഫോം ആക്സിലറേഷന്റെ ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അറിയാം അല്ലെ. ഇതുവഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. ഈ ഒരു പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും വെലോസിറ്റി ഉണ്ടോ? തുടങ്ങുന്ന സമയത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? യു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അങ്ങനെയാണ് എന്താവും? 0 സ്ക്വയർ ഒക്കെ പ്ലസ് 2as. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്, എത്ര ദൂരം വന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമ്മള് ഇത് ടോട്ടൽ എച്ച് ആണ്, ഇത് എക്സ് ആണ്. ഈ ഒരു പൊസിഷനിൽ നിന്നും എ എന്ന പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് വരുമ്പോ എന്താവും? ഒരു എച്ച് മൈനസ് എക്സ് ദൂരം അല്ലേ സഞ്ചരിക്കുന്നത്. അതായത് ഇത് ടോട്ടൽ എച്ച് ആണ്, ഇത് എക്സ് ആണെങ്കിൽ ഈ ടോട്ടൽ എച്ച് നിന്നും ഈ എക്സ് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഭാഗം എച്ച് മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലെ. എന്ത് കിട്ടും? എച്ച് മൈനസ് എക്സ് എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? എസ്സില് എച്ച് മൈനസ് എക്സ് എന്ന് ആഡ് ചെയ്തൂടെ? ചെയ്യാം അല്ലെ. എച്ച് മൈനസ് എക്സ് എന്ന് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ മാറ്റി എഴുതാം. വി സ്ക്വയർ ഈക്വൽ ടു 2a(h മൈനസ് എക്സ്). ഓക്കെ, കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഇതുവരെ ശ്രദ്ധിക്കണേ, ക്ലാസ് ശ്രദ്ധിക്കണം നല്ലോണം. അപ്പം വി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 2a(h മൈനസ് എക്സ്) എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ വി സ്ക്വയർ എന്തിനാ കണ്ടുപിടിച്ചത് നമ്മള് അറിയാം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? കൈനറ്റിക് എനർജിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എം എന്തുണ്ട്? 2a, വി സ്ക്വയർ എഴുതുക. വി സ്ക്വയർ 2a എന്താണ്? എച്ച് മൈനസ് എക്സ് അല്ല, 2a(h മൈനസ് എക്സ്). ഇവിടെ നമ്മൾ ഫ്രീ ഫോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് a ഈക്വൽ ടു എന്തെന്ന് പറയാം? g എന്ന് പറയാം അല്ലെ. സോ ഞാൻ ഇവിടെ മാറ്റിയാണ്. a എന്താക്കി മാറ്റി? ഞാൻ g ആക്കി മാറ്റി. സോ 2gh മൈനസ് എക്സ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ ഇക്വേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇക്വേഷൻ നമ്പർ 1. ഇപ്പൊ എഴുതുന്നുണ്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന്. എന്തിനാ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തത്? കാരണം കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി ആര് ബാക്കിയുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ബാക്കിയുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചൂടെ? ഓക്കെ, എന്താണ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ? mgh. ഇവിടെയും എന്താണ്? mgh ആണല്ലേ. mgh എന്ന് പറയുമ്പം mg എത്ര വരുന്നുണ്ട് നോക്കാം നമുക്ക്. mg എന്ത് വരുന്നുണ്ട്? mg അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന് അല്ല,
ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നത്. ഇത് സഞ്ചരിച്ച ദൂരം അതല്ല, mgh എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് ചോദിക്കുന്നത്, സഞ്ചരിച്ച ദൂരമല്ല. ഓക്കെ, സോ ഇതിപ്പം ബോൾ നിൽക്കുന്നത് എവിടെയാണ്? ബി എന്ന പൊസിഷനിലാണ്. സോ ഗ്രൗണ്ടിൽ നിന്നും ബിയിലേക്കുള്ള ഹൈറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കണ്ടോ, ശ്രദ്ധിച്ചോണ്ടോ? നമ്മൾ നേരത്തെ കൈനറ്റിക് എനർജീന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്റ്റൻസ് ആണ് അളന്നത്. ഇപ്പം നമ്മൾ എന്താണ്? ഹൈറ്റ് മാത്രമാണ് നോക്കുന്നത്. അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, മാറിപ്പോയരുത്. ഓക്കെ, സോ ഇവിടെ നിന്നും, അതായത് ഗ്രൗണ്ടിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്? എക്സ് ആണെന്ന് അറിയാം അല്ലെ? അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? mgയിൽ h എന്തെന്ന് എഴുതാം? നമുക്ക് mg x എന്ന് എഴുതാം അല്ലെ? ഇനി ഒന്നുമില്ല, ഇവിടെ എഴുതി ഇക്വേഷൻ ഉണ്ടല്ലോ, എന്ത്? ഹാഫ് m 2gh. ഇവിടുന്ന് ഓൾറെഡി നമുക്ക് 2 2 കട്ട് ചെയ്യാട്ടോ. സോ ഞാൻ എന്തെടുക്കുന്നു ഇപ്പുറത്തേക്ക്? അതായത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണെന്നറിയാം. കൈനറ്റിക് എനർജി എന്താണെന്നറിയാം? mgh മൈനസ് എക്സ് ആണെന്നറിയാം. പിന്നെ ആരാ ഇതാണുള്ളത്? പൊട്ടൻഷ്യൽ എനർജി അല്ലെ? അവിടെ നിൽക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നറിയാം? mgx ആണെന്നറിയാം. ഇനി എന്താണ്? ഇനി വലിയ പാടൊന്നുമില്ല, ഇക്വേഷൻ തന്നു, ഇനി എന്തായാലും ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? mgh മൈനസ് mgx പ്ലസ് mg ആരെന്ന് എഴുതും? mgx അല്ലെ? ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഓപ്പൺ ചെയ്തു. അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോ എന്ത് വന്നു? നമുക്ക് mg മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ എന്തായി? കട്ടായി അല്ലെ? രണ്ടാളും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തായി? കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? mgh എന്ന് കിട്ടി. കണ്ടോ, എന്താ കിട്ടിയത്? നമുക്ക് ടോട്ടൽ എനർജി mgh എന്ന് കിട്ടി. പൊസിഷൻ അറ്റ് എയിൽ എത്രയായിരുന്നു? കണ്ടോ, പൊസിഷൻ അറ്റ് എയിലുള്ള ടോട്ടൽ എനർജി അല്ലെ? നമുക്ക് അവിടെ കൈനറ്റിക് എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ടോട്ടൽ എനർജി എത്രയാ കിട്ടിയിരുന്നത്? mgh ആണല്ലേ? mgh ആണ് അറ്റ് പൊസിഷൻ എയിൽ. ഇപ്പൊ നോക്കിയേ, പൊസിഷൻ ബിയിൽ എന്തെന്ന് കിട്ടി? mgh എന്ന് കിട്ടി അല്ലെ? mgh എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പൊസിഷൻ എയിലും പൊസിഷൻ ബിയിലും എന്താണ്? mgh ആണെന്ന് കിട്ടി. ഇനി ആരെയാ നോക്കേണ്ടത്? പൊസിഷൻ സിയിൽ എന്താണെന്ന് നോക്കാല്ലേ നമുക്ക്? സിയിൽ എന്തായിരിക്കും അവസ്ഥ നോക്കാം. സി നോക്കാം. സി എന്താണ് വരുന്നത്? നമുക്ക് ഈ പിക്ചർ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ പൊസിഷനിൽ സിയിലെത്താണ്. അതായത് സി എന്ന പൊസിഷനിലേക്ക് ആരെത്തി? ബോൾ എത്താണ്. ഒന്നുകൂടെ മാറ്റി വരക്കാം. അതായത് ഈ ബോൾ മേലെ നിന്നും, ഇത് ബി ആണ്. ഓക്കെ, ഇങ്ങനെ വന്ന് താഴെ സി എന്ന പൊസിഷനിലേക്ക് എത്തി. ഓക്കെ, ടോട്ടൽ h, ഇത് എക്സ്, ഇത് h മൈനസ് എക്സ്. ഓക്കെ, സോ ഇവിടെ എന്ന പൊസിഷനിലേക്ക്, ഇവിടെ ഗ്രൗണ്ടിലേക്ക് എത്തിയല്ലേ? നമ്മള് ഗ്രൗണ്ടിലേക്ക് എത്തി. അപ്പൊ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോ എന്താണെന്ന് നോക്കാം അല്ലെ? എന്താണ് അതിന്റെ ആൻസർ നോക്കാം. സോ ടോട്ടൽ എനർജി ഗ്രൗണ്ടിൽ, ഞാൻ മയക്കുന്നുണ്ടേ, ഇവിടെ ജസ്റ്റ് ചെയ്ത പൊസിഷൻ അറ്റ് ബിയില് എന്താണ് ടോട്ടൽ എനർജി? mgh ആണ് നമ്മൾ കണ്ടുപിടിച്ചതിന്. ഇനി അറ്റ് സി, ഓക്കെ, ഇനി അറ്റ് സിയിൽ എന്താണ്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ എഴുതി. കൈനറ്റിക് എനർജി എന്താന്ന് നോക്കാം അല്ലെ? ഈ ഒരു സിറ്റുവേഷനിൽ കൈനറ്റിക് എനർജി എന്താണ്? ഇവിടെ നിന്നിരുന്ന ബോള് ഇവിടെ എത്തിയല്ലേ? അതായത് h ദൂരം സഞ്ചരിച്ചു അല്ലെ? h ദൂരം പോയി. സോ നമ്മൾ സെപ്പറേറ്റ്ലി കൈനറ്റിക് എനർജി നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ വി സ്ക്വയർ കണ്ടുപിടിക്കുക. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s അല്ലേ?
ഓക്കെ, പിന്നെ ഒന്നും കൂടെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ നിർത്തി ഇവിടുന്ന് ഉള്ള യു ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇവിടെ വന്നു ഇനി ഇവിടുന്നുള്ള വ്യൂ ആണ്, ഇതാണ് ഫസ്റ്റ്, ഇതാണ് യു എടുക്കേണ്ടത് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയല്ല, മുകളിൽ നിന്നേ നോക്കണം നമ്മൾ. ഓക്കെ, സോ മുകളിൽ നിന്ന സമയത്ത് യു ഉണ്ടായിരുന്നോ, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നോ? ഇല്ല. സോ നമുക്ക് എന്ത് എഴുതാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 2g എന്താണ്? എച്ച് ആണെന്ന് എഴുതാം. ഓക്കെ, 2g എന്താണെന്ന് എഴുതാം? എച്ച് ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം 2gh ആണെന്ന് എഴുതാം അല്ല. ഈ 2 2 കട്ടായി. ഇവിടെ എന്ത് വന്നു? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh അല്ല. എന്ത് കിട്ടി നമുക്ക്? കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടി. അപ്പൊ നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും നോക്കാം അല്ലെ. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? mgh ആണ് ഇക്വേഷൻ വരുന്നത്. സോ നമ്മൾ എം എഴുതി, ജി എഴുതി, എച്ച് എന്താന്ന് നോക്കണം അല്ലെ. അതായത് ബോൾ ഇവിടെ നിന്നും ഇവിടെ എത്തി. ബോൾ എവിടെ നിന്ന്, അതായത് സഞ്ചരിച്ച ദൂരമല്ല എച്ച്, എന്താണ്, ഏത് ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് ഹൈറ്റ് ഉണ്ടോ? ഇല്ല, ഗ്രൗണ്ടിലാണല്ലേ. അതെന്താണ്? അപ്പോൾ എച്ച് 0 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? എച്ച് 0 എന്നത്. അപ്പൊ മൊത്തത്തിൽ മൾട്ടിപ്ലൈ എന്താവും? 0 എന്ന് കിട്ടും. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്താണ് ഇവിടെ? പൊട്ടൻഷ്യൽ എനർജി ഇല്ല. കാരണം എന്താ? ഹൈറ്റ് ഇല്ല അല്ലെ, ഹൈറ്റ് ഇല്ല. സോ പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഇവിടെയുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നോക്കിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്താണെന്ന് അറിയാം, mgh ആണെന്ന് അറിയാം. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. സോ ഇവിടെയുള്ള ടോട്ടൽ എനർജി എന്താണെന്ന് മനസ്സിലായി, mgh ആണെന്ന് മനസ്സിലായി. നമ്മള് ടോട്ടൽ എനർജി അറ്റ് എ, അറ്റ് ബി, അറ്റ് സി നോക്കി. ഇതിലൊക്കെ നമ്മൾ കണ്ട ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ mgh ആണല്ലേ. അതിനർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? ഇതാണ് പറയുന്നത് എന്തെന്ന്? കൺസർവേറ്റീവ് ആണെന്ന്, അതായത് കൺസർവ്ഡ് ആണെന്ന്. ഏത് ക്വസ്റ്റ്യനിൽ നോക്കിയാലും അതിന്റെ എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ കൺസർവ്ഡ് ആണ്, അതിലൊരു മാറ്റവും ഇല്ല. സോ ഇത് തന്നെയാണ് എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്? മെക്കാനിക്കൽ, അതായത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ അത് മനസ്സിലായി. ഇനി ഒരു എക്സാമ്പിൾ 2 നോക്കാം. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ 1 പറഞ്ഞല്ലോ, അതായത് ഫ്രീലി ഫോളിംഗ് ബോഡിയെ കുറിച്ച് പറഞ്ഞു. ഇനി ആരെ നോക്കാം? എക്സാമ്പിൾ നമ്പർ 2 ആരാണെന്ന് നോക്കാം. വി ഡെമോൺസ്ട്രേറ്റ് ദിസ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഫോർ 1 dimensional മോഷൻ. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 1 dimension മോഷൻ ആണ്. അതായത് 1 dimension ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒറ്റ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. ഒരു ഡയമെൻഷൻ എക്സ് ആക്സിസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സപ്പോസ് ദാറ്റ് ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് ഡെൽറ്റ എക്സ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ബോഡി അതൊരു ഡെൽറ്റ എക്സ് മാത്രം ദൂരം പോയി. ഡെൽറ്റ എക്സ് ഉദ്ദേശിക്കുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ദൂരമാണ് അല്ലെ. അത്രയും ദൂരം മാത്രം അത് പോയി. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താ ചോദിക്കുന്നത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മെക്കാനിക്കൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ വന്നത്. അതിൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് വെച്ചിട്ടുള്ള മെക്കാനിക്കൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് എഴുതാം? വർക്ക് എനർജി തിയറം പ്രകാരം നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആരാണെന്നറിയാം? വർക്ക് ഡൺ ആണെന്നറിയാം അല്ലെ. ആരാണെന്നറിയാം? വർക്ക് ഡൺ ആണെന്നറിയാം. സ്മോള് നമ്മളറിയാം FDS ആണ്, നമ്മുടെ FS ആണ് ഇക്വേഷൻ. പക്ഷെ സ്മോൾ ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്തെടുക്കുന്നു? ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് എന്തറിയാം? കൺസർവേറ്റീവിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ് കൺസർവേറ്റീവിന്റെ ഇക്വേഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ആരാണെന്നറിയാം? du/dx ആണെന്നറിയാം അല്ലെ. ഇത് എന്തിന്റെ കാര്യത്തിലാ ഇത്? നമ്മള് കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ചോർമ്മയില്ലേ? കൺസർവേറ്റീവ് ഫോഴ്സിൽ നമ്മൾ പഠിച്ചതാണ്. എഫ് ഇസ് ഈക്വൽ ടു ആരാണ്? മൈനസ് du/dx ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം എന്നറിയാവോ? ഇവിടെ
ഡെൽറ്റ എക്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താം? മൈനസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. എന്ത് ചെയ്താം? എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. ഇക്വേഷൻ ഇവിടം വരെ എത്തിയില്ലേ? അതായത് നമ്മൾ കൈനറ്റിക് വർക്ക്, അതായത് കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് വർക്ക് എനർജി തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ കെ ഇസിക്കൽ ടു എഫ് ഡി എക്സ് ആണ്, ഡെൽറ്റ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനും പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എന്തെടുക്കുന്നു എന്ന് പറയാ? ഫോഴ്സിന്റെ ഇക്വേഷൻ എടുക്കുന്നു. ഇവിടെ എന്തിനാണ് നമ്മൾ വർക്കിന്റെയും കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എടുത്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ല, മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ നടക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കണം? അതും കൺസേർവ്ഡ് ആയിരിക്കണം അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ വർക്കിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്തെന്ന്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ ആണെന്ന് പറയുന്നതും. അപ്പോൾ നമ്മൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എഴുതി. ഇനി ആര് വേണം? ഇത് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാളെ വേണം അല്ലെ? ആ ആളെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതി? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി. സോ നമ്മൾ എന്ത് എഴുതി? ലാസ്റ്റ് ഇത് ചെയ്ത് വന്നപ്പം മൈനസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. സോ ഇത് ഇക്വേഷൻ നമ്പർ എന്തെന്ന് എഴുതുന്നു? നമ്മൾ 2 എന്ന് എഴുതുന്നു. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? ഇനി എന്ത് എഴുതാം? ഇത് രണ്ടും ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ കെ അല്ലെ? എന്തെന്ന് കിട്ടി? ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു. ഓർ നമുക്ക് എന്തെന്ന് എഴുതാം? ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? 0 എന്ന് എഴുതാം അല്ലെ? അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലെ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആരാണ്? ഈക്വൽ. അതായത് ഈ 0 അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റി അല്ലെ? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റി. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഹോൾ പാത്ത് എക്സ് ഐ ടു എക്സ് എഫ് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം അല്ലെ? അങ്ങനെ വരുമ്പോൾ എന്താവും? നമുക്ക് കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് എന്തു പറയാം? നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? നമുക്ക് എന്തെന്ന് പറയാം? കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്തെന്ന് പറയാം? ഫൈനൽ എന്ന് പറയാം അല്ലെ? ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതിയല്ലോ. ഇനി നമുക്ക് എന്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാല് വർക്ക് എനർജി ഇത് പ്രകാരം നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം ആദ്യം. നമ്മൾ എന്തെന്ന് എഴുതുന്നു? കൈനറ്റിക് എനർജി ഫൈനൽ. ഓക്കെ, കൈനറ്റിക് എനർജി ഫൈനൽ ഈ ഇനീഷ്യലിനെ അങ്ങോട്ട് കൊണ്ടുപോകണേ. അപ്പൊ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി നമുക്ക്? ഇത് ഇങ്ങോട്ടേക്ക് വന്ന് എന്താവും? യു എഫിനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താം? മൈനസ് യു എഫ് പ്ലസ് യു ഐ അല്ല? ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതിനെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇങ്ങനെ ഇക്വേഷൻ എഴുതാലോ. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെയോ എഴുതിക്കൂടെ? ഇങ്ങനെ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്, അതായത് ഇക്വേഷൻ ഒന്ന് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് പുറത്തെടുക്കുകയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ മൈനസ് എന്തെന്ന് എഴുതാം? പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കൂടെ? ഇനി ഞാനൊന്ന് പറയട്ടെ, ഇതാരാണ്? ഈ കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് ആരാണ്? വർക്ക് ഡൺ ആണല്ലേ? വർക്ക് ഡൺ ആണ്. സോ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ എന്ന് പറയുന്നത് കെ എഫ് മൈനസ് കെ ഐ, അതായത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡെൽറ്റ കെ ഇ ആണെന്ന് പറയാം. അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ആരാണെന്ന് പറയാം? മൈനസ് ഡെൽറ്റ യു ആണെന്ന് പറയാം. മനസ്സിലായോ? ഇങ്ങനത്തെ ഇക്വേഷനിലേക്ക് എത്തിയില്ലേ?
എന്തിനാ ഇത് ഈ ഇക്വേഷനിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാവും ഇപ്പോൾ. ഇനി എന്തെന്ന് എഴുതാൻ പറ്റും? വർക്ക് ഡൺ ആരാണ്? എഫ് ഡോട്ട് ഡി എസ് ആണല്ലേ. എഫ് ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ എഫ് ഡി എക്സ് ആണ്. നമ്മൾ ഇവിടെ എക്സ് ഡെൽറ്റ എക്സ് എടുത്തത് കൊണ്ട് എസ് എന്ന് മാറ്റിയിട്ട് എക്സ് എടുത്തു. രണ്ടും ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഡിസ്പ്ലേസ്മെന്റിനെ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഡി എക്സ് ഈക്വൽ ടു ഈ ഇക്വേഷനെയാണ് മാറ്റുന്നത്. ഈ ലാസ്റ്റ് ഇക്വേഷനെയാണ് മാറ്റുന്നത്. എഫ് ഡി എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? മൈനസ് ഡെൽറ്റ യു അല്ലെ, മൈനസ് ഡെൽറ്റ യു. ഓക്കെ, ഡെൽറ്റ എക്സ് ഈ എക്സ് എന്ന് എഴുതാം, ഇങ്ങനെ എഴുതാം. ഇനി എന്താ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു, ഈ എഫ് ആരാണ്? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എഫ് ആണ്. അതെങ്ങനെയാന്ന് മനസ്സിലാവും, കണ്ടോ? മൈനസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ്. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാവും അടുത്ത സെഷനിൽ എന്ന്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് വന്നത്? ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ മൈനസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടിയത്. എന്ത് ചെയ്ത് നമ്മള് ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു എങ്ങനെയാണ്, അതായത് ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ അത് എന്തായിരിക്കും? അതിന്റെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. വർക്ക് എന്തായിരിക്കും? എല്ലാം കൺസേർവ്ഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിലുള്ള ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, വർക്കും കൺസർവേറ്റീവ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫ്രീലി ഫോളിങ് ബോഡിയുടെ എന്ത് പറഞ്ഞു? എക്സാമ്പിൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്ത് പ്രൂവ് ചെയ്തു? അതായത് ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്കും അതിന്റെ കൈനറ്റിക് എനർജി അത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എന്താണെന്ന്? ആ സിസ്റ്റത്തിൽ ചെയ്ത വർക്കിന്റെ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ എന്താണ്? മൈനസ് ഡി യു ബൈ ഡി എക്സ്. മൈനസ് ഡി യു ബൈ ഡി എക്സ് ആരാണെന്ന് നമുക്കറിയാം, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് അറിയാം. സോ ഒരു സിസ്റ്റത്തിൽ ചെയ്ത വർക്ക് എന്താണെന്ന് മനസ്സിലായി, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. സോ ഇതും എന്താണ്? മെക്കാനിക്കൽ എനർജിയെ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്. നെക്സ്റ്റ് സെഷനിൽ മനസ്സിലാവും എവിടെ നിന്നാണ് ഇങ്ങനെ ഈ ഇക്വേഷനിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നു പറഞ്ഞിരുന്നു. ഇപ്പൊ കറക്റ്റ് ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? മെക്കാനിക്കൽ എനർജിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചിരുന്നോളെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. എ ബോബ് ഓഫ് മാസ് m is suspended by a light string of length L. ഒരു ബോബ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാ, നമ്മൾ പെൻഡുലം ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. പെൻഡുലം ഇങ്ങനെ ആടി കളിക്കുന്ന പെൻഡുലം. ഓക്കെ, അപ്പൊ പെൻഡുലം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ എന്താന്ന് വെച്ചാല് ഒരു പെൻഡുലം അല്ലെങ്കിൽ ഒരു ബോബ് ഇങ്ങനെ സെന്റർ ആണ് ഒരു ബോബ്. ഇത് എ എന്ന പൊസിഷൻ, ഇത് നമ്മൾ ഇതിന്റെ ഇവിടെ നമ്മൾ ബി എന്ന പൊസിഷൻ എടുക്കുന്നു, മേലെ നമ്മൾ സി എന്ന പൊസിഷൻ എടുക്കുന്നു. ഓക്കെ, എന്ത് മനസ്സിലായി? നമ്മൾ ഒരു ബോബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ബോബ് എന്തിനാണ്? നമ്മൾ പെൻഡുലം അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇങ്ങനെ ഇട്ട് നീക്കും. ഓക്കെ, നീക്കും. അപ്പൊ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഇതിന്റെ ലെങ്ത് L ആണെന്ന് പറയുന്നുണ്ട്. ആരുടെ ലെങ്ത്? ഇത് സെൻട്രലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് L ആണെന്ന് പറയുന്നുണ്ട് നമ്മളോട്. പിന്നെ എന്താ നമ്മളോട് പറയുന്നത്? ഇമ്പാർട്ടഡ് എ ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് എ. അതായത് എ എന്ന പോയിന്റിലുള്ള അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മളോട് പറയുന്നത്? വെലോസിറ്റി v0 ആണെന്ന് പറയുന്നത്. അതായത് v0 എന്ന ഓക്കെ പറയാലേ ഇനി. ഓക്കെ, അപ്പൊ നമ്മളോട് പറയുന്നത് ഈ പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v0 എന്നാണ് പറയുന്നത്. ഓക്കെ, v0 ആണ്. ഇതിന്റെ ഈ ബോബിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ് കേട്ടോ. അതായത് ma ആണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് നമുക്കറിയാം. സോ ഇവിടെ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ നമുക്ക് എന്ത് വരും? mg എന്ന് വരും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെമി സർക്കുലർ, അതായത് സച്ച് ഇറ്റ് കംപ്ലീറ്റ്സ് എ സെമി സർക്കുലർ ട്രജക്ടറി. അതായത് ഇവിടെ നിന്നും ഇങ്ങനെ സെമി സർക്കിൾ കവർ ചെയ്യുന്ന രീതിക്ക് ഇത് മൂവ് ചെയ്യാണ്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ വിത്ത് സ്ട്രിങ് ബിക്കമിങ് സ്ലാക്ക് ഓൺലി ഓൺ റീച്ചിങ് ദ ടോപ്പ് മോസ്റ്റ് സി. ഇതിങ്ങനെ എത്തുമ്പോൾ എന്താവും? താഴേലേക്ക് വീഴും അല്ലേ, നമുക്കറിയാതെ. പക്ഷെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്
ഇവിടെ നടക്കുന്നതെന്നുള്ളത്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് പറയുന്നത് ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ എന്തൊക്കെയാണ് V0, അതായത് V0നുള്ള എക്സ്പ്രഷൻ, അതായത് ഇക്വേഷൻ നമ്മൾ എഴുതിയെടുക്കണം. ഓക്കെ, എക്സ്പ്രഷൻ എഴുതിയെടുക്കണം. രണ്ടാമത് എന്താ പറയുന്നത്, ദ സ്പീഡ്സ് അറ്റ് പോയിന്റ് ബി ആൻഡ് സി. ബി എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലും എത്തുമ്പോഴുള്ള ഇതിന്റെ സ്പീഡ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തേർഡ് എന്താ പറയുന്നത്, ദ റേഷ്യോ ഓഫ് ദ കൈനറ്റിക് എനർജി KB/KC അറ്റ് ബി ആൻഡ് സി. ബി എന്ന പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയും സി എന്ന പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാം. അതായത് ഇതിന്റെ ടെൻഷൻ എങ്ങോട്ടായിരിക്കും, അതായത് ഈ നൂലിൽ ഇങ്ങനെ ഈ ബോബ് ഇങ്ങനെ നമ്മൾ വെക്കുമ്പം ഇതിനെന്താവും, മേലോട്ടേക്ക് ബോബിൻ, അതായത് ആ ഒരു നൂല് ബോബിനെ മേലോട്ടേക്ക് വലിക്കുന്നുണ്ടാവും അല്ലെ. താഴോട്ടേക്ക് mg ആണെങ്കിൽ മേലോട്ടേക്ക് എന്തുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ TA എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, TA എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി മേലയിലെത്തുന്ന സമയത്ത് എന്തായിരിക്കും, ഈ ബോബ് ഇവിടെ എത്തുകയാണെന്ന് വിചാരിച്ചോളെ. ഈ ബോബ് എത്തുമ്പോഴും നമ്മുടെ ഫോഴ്സ് എന്തായിരിക്കും, എപ്പോഴും താഴോട്ട് തന്നെ അല്ലേ. സോ ഇവിടെ എന്താണ്, ഇവിടെയും mg ഡയറക്ഷൻ താഴോട്ട് തന്നെ. അതുപോലെ തന്നെ ടെൻഷൻ എങ്ങോട്ടായിരിക്കും, നമുക്കറിയാം ഇവിടെ ഈ ബോബ് ഈ നൂല് മേലോട്ടേക്ക് ഇങ്ങനെ കോർത്ത് വെച്ചോണ്ടാണ് ടെൻഷൻ മേലോട്ടേക്കെന്നറിയാം. പക്ഷെ ഇത് ഇവിടെ കറങ്ങി ഇവിടെ എത്തുമ്പം ഇതിന് ടെൻഷൻ അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല, താഴോട്ടേക്ക് വരുമായിരിക്കും. അതിന് ടെൻഷൻ താഴോട്ടേക്കായിരിക്കും. സോ അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, TC എന്തായിരിക്കും നമുക്കറിയാം, ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ താഴോട്ടേക്കായിരിക്കും TCന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇത് മൊത്തം മനസ്സിലായല്ലോ. TCന്റെ ഡയറക്ഷൻ മനസ്സിലായി, TA ഡയറക്ഷൻ മനസ്സിലായി. എന്താ സംഭവങ്ങളൊന്നും നോക്കാം നമുക്ക്. അറ്റ് ബിയിലും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ട് പ്ലേസിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് there are two external forces on ബോബ് അല്ലെ. നമുക്കറിയാം ഈ ബോബിന്റെ മേലേല് രണ്ട് എക്സ്റ്റേണൽ ഫോഴ്സുകളാണ് ഉണ്ട്. ആരൊക്കെയാണ്, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ആരാണ്, ഒന്ന് ഗ്രാവിറ്റേഷൻ ആണല്ലേ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഗ്രാവിറ്റി ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ആരുണ്ട്, ടെൻഷൻ ഉണ്ട്. ആരുടെ ടെൻഷൻ, നമ്മുടെ ടെൻഷൻ ആണോ, നമ്മളുടെ ടെൻഷൻ അല്ല, നൂലിന്റെ ടെൻഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നൂലിലുള്ള ടെൻഷനും ഉണ്ട്. സോ രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ടുള്ള എന്താണ്, ഗ്രാവിറ്റിയും എന്താണ്, ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് ആണ്. ഇങ്ങനെ രണ്ട് എക്സ്റ്റേണൽ ഫോഴ്സുകൾ, അതായത് പുറമേ നിന്നുള്ള ഫോഴ്സുകളാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്താണ്, ഇങ്ങനെ രണ്ട് ഫോഴ്സുകളാണുള്ളത്. ഓക്കെ, നമുക്ക് എന്താ പറയാം, വർക്ക് വിൽ ബി 0 ഓർ നോ വർക്ക് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ല. ഇത് നമ്മൾ മുമ്പ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കാര്യത്തിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സർക്കുലർ പാത്തിന്റെ കാര്യത്തിൽ അല്ലെ, പെർപെൻഡിക്കുലർ, അതായത് ഇതിന്റെ ആംഗിൾ 90 വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ വർക്ക് ഡൺ എന്താണ് ഇതിന്റെ രണ്ട് കാര്യത്തില്, 0 ആണല്ലേ. വർക്ക് ഡൺ 0 ആണ്. പക്ഷെ ഇതിന് എന്തുണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലെ. എന്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക, എന്ത് കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്, ഗ്രാവിറ്റേഷൻ ഉണ്ടല്ലേ. നമുക്ക് ഇവിടെ ഗ്രാവിറ്റേഷൻ ഉണ്ട്. മാത്രമല്ല എന്തുണ്ട്, ഒരു ലെങ്ത് L ഹൈറ്റില് അല്ലെങ്കിൽ L ഡിസ്റ്റൻസിൽ ഇത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ അറ്റ് നമുക്ക് ഓരോന്നിന്റെയും എന്ത് നോക്കാം, പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് നോക്കാം. അറ്റ് A പൊസിഷൻ, അറ്റ് B പൊസിഷൻ, അറ്റ് C പൊസിഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടും നോക്കാം. ടോട്ടൽ എനർജി ആണ് നോക്കുന്നത്. അപ്പൊ അറ്റ് A പൊസിഷനിലുള്ള എന്താണ് ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ. ഇവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഒന്ന് നോക്കിയേ. എന്തായിരിക്കും, ഇവിടെ V0 വെലോസിറ്റിയിൽ പോകുന്നുണ്ട് നമ്മളോട് പറയുന്നുണ്ട്. സോ നമുക്ക് എന്തെന്നറിയാം, ഇവിടെയുള്ള കൈനറ്റിക് എനർജി എന്നത് 12m എന്ത്
V0 സ്ക്വയർ ആയിരിക്കും അല്ലെ. ഹാഫ് എം എന്തായിരിക്കും? V0 സ്ക്വയർ ആയിരിക്കും. ഇനി ആരാ ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജിനെ പറ്റി പറയുന്നുണ്ടല്ലേ ഇവിടെ. പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിന്റെ കാര്യം നോക്കുമ്പം ഈ പൊസിഷൻ ഇത് എന്താണ്? തുടങ്ങുകയാണല്ലേ ഈ പൊസിഷനിൽ. ഇവിടെ നമുക്ക് എച്ച് ലെങ്ത് ഉണ്ടോ? ഇല്ലല്ലേ. ബോബ് ഇപ്പൊ എന്തിലാ നിൽക്കുന്നത്? ഒരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു എച്ച് ലെങ്ത് ഇല്ല. എച്ച് വേണം അല്ലെ. എച്ച് എന്തില്ല? ഈ പോയിന്റിലാണെങ്കിലും ഉണ്ട് അല്ലെ, നമുക്ക് പറയാം. ഈ പോയിന്റിലാണെങ്കിലും ഉണ്ട് എന്ന് പറയാം. സോ ഈ പോയിന്റിൽ ഉണ്ടോ? ഇല്ല. എ എന്ന പോയിന്റിൽ ഇല്ല. സോ നമുക്ക് അവിടെ എന്തെന്ന് എഴുതാം? പൊട്ടൻഷ്യൽ എനർജി എച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെന്താണ്? 0 ആണെന്ന് എഴുതാം. ഓക്കെ. സോ നമുക്ക് എന്തെന്ന് കിട്ടി? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടൽ എനർജി മാത്രം കിട്ടി. ടോട്ടൽ എനർജിയിൽ നമുക്ക് ആരെ മാത്രം കിട്ടി? കൈനറ്റിക് എനർജീനെ മാത്രം കിട്ടി. ഓക്കെ. ഇനി ഇവിടെയുള്ള ഫോഴ്സസ് എന്താണെന്ന് നോക്കാം അല്ലെ. ഇവിടെയുള്ള ഫോഴ്സസ് എന്താണെന്ന് നോക്കാം. ഇവിടെ എന്തുണ്ടാവും? ടി എ ഉണ്ടല്ലേ. ആരുണ്ട്? ടി എ ഉണ്ട്. മേലോട്ട് താഴോട്ട് ആരുണ്ട്? mg ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ സെന്ററിൽ കണക്ട് ചെയ്തിട്ടാണല്ലോ ഈ ബോബ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സെന്ററിൽ കണക്ട് ചെയ്തിട്ടാണല്ലോ മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഫോഴ്സസ് നോക്കുമ്പം ടെൻഷൻ മേലോട്ടുണ്ട്, mg താഴോട്ടുണ്ട്. ഈ ഒരു ബോബ് കണക്ട് ചെയ്തിരിക്കുന്നത് സെന്ററിൽ നിന്നാണ്. സോ ഒരു നൂലുണ്ട്, അതിന് ടെൻഷൻ ഉണ്ട്. സോ ഇത് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ ടെൻഷൻ എന്ന് ഉള്ളോട്ടേക്കും തന്നെ ഇതിന്റെ ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് കൂടെ ഉണ്ട്. എന്താണ്? ഇത് മൂവ് ചെയ്യുമ്പം ഈ ഒരു ഉള്ളോട്ടേക്ക് വലിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്തു പറയും? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ഓക്കെ, ഇപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഫോഴ്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ട്? ടി എ ഉണ്ട്. mgന്റെ ഡയറക്ഷൻ താഴോട്ടാണ്, അതുകൊണ്ട് -mg. പിന്നെ ആരാ ഉള്ളത്? നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അതാരാണ്? mv²/r ആണല്ലേ. mv²/r. ബട്ട് r ഇവിടെ എന്താണ്? ലെങ്ത്. r എന്താണ്? L ആണല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? mv²/L എന്ന് എഴുതാം അല്ലെ. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയില്ലേ നമുക്ക്? ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷന് നമ്മൾ എന്താ ഓർത്ത് വെക്കണേ? ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാം. സോ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ ഇത് മാത്രം ഒന്ന് സൈഡിൽ എഴുതി വെക്കാം, നമുക്ക് മുന്നോട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്താം? ടി എ മൈനസ് അല്ല, ടെൻഷൻ എ മൈനസ് mg is equal to എന്തെന്ന് എഴുതാം? mv²/L എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ ഓർമ്മ വെക്കണേ. ഇനി ആരാ ഉള്ളത്? ഇനി അറ്റ് സി നോക്കാം നമുക്ക്. ഓക്കെ, ഇനി എന്താണ്? അറ്റ് സിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ എ നോക്കി, സി നോക്കി. ഓക്കെ, എയും നോക്കി, സിയും നോക്കി. സി നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അറ്റ് സിയിൽ എന്താ അവസ്ഥ നോക്കിയാൽ നമുക്ക്. അറ്റ് സിയിൽ എന്താ കാര്യം? അറ്റ് സിയിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കൈനറ്റിക് എനർജി വരുന്നത്? പറ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് ½ mv². ഓക്കെ, ½ mv² പ്ലസ് ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? 2mg. ഒരു മിനിറ്റ്. 2mg എല്ലാണ് അല്ലേ. അതായത് ഇവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. അപ്പൊ കൈനറ്റിക് എനർജി എഴുതി ½ mv². ഓക്കെ, വിന്റെ ഇവിടെ അറ്റ് സി എന്ന പോയിന്റിൽ നമുക്ക് വി സി എന്ന് എടുക്കാം അല്ലെ. വി സി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ vc² എന്ന് എഴുതാം. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് അറിയാം നമുക്ക്. mg h ആണ് ഇക്വേഷൻ എന്നറിയാം. പക്ഷെ ഇവിടെയുള്ള ലെങ്ത് എത്രയാണ്? ടോട്ടൽ L ആണോ? അല്ല, പകുതിയാണ് L ഇരിക്കുന്നത്. സോ 2L ചെയ്താലാണ് എന്ത് നമുക്ക് അറ്റ് സി എന്ന പൊസിഷനിലുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ½ mvc² പ്ലസ് 2mgl അല്ലെ. 2mgl എന്ന് എഴുതാം.
ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുന്നു. ഓക്കെ, എന്തെന്ന് എഴുതുന്നു? ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുന്നു. ഇനി എന്ത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോഴ്സ് നോക്കാല്ല. നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ റൊട്ടീനായിട്ട് നോക്കുകയാണ്. ഫോഴ്സിന്റെ കാര്യത്തിൽ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എത്തുമ്പം താഴോട്ട് mg ഉണ്ട്, ടെൻഷനും എന്താണ് താഴോട്ടാണ്. പിന്നെ അതുപോലെ അവിടെ ഉണ്ടാകുന്ന വേറെ കാര്യം എന്താ, അതായത് ഇവിടെ ഇതിനെ ഈക്വലൈസ് ചെയ്യാൻ വേറെ എന്തില്ല, ഫോഴ്സ് ഇല്ല. സോ mgയും പിന്നെ ആരാണുള്ളത്? mv²/r ആണുള്ളത് അല്ലെ, mv²/r ആണുള്ളത്. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് നോക്കുമ്പം നമുക്ക് എന്താ കിട്ടുന്നത്? mgയും പിന്നെ ആരും ഉള്ളത് mv²/l. ഇതിന് എന്താ ചെയ്യുന്നത്? mv²/l. ഓക്കെ, mv²/l. കാരണം r എന്താണ്? സിൻസ് r ഈസ് ഈക്വൽ ടു ആരാണ്? l ആണ്. ഓക്കെ, മനസ്സിലായല്ലോ സംഭവം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? ഫ്രം ഇക്വേഷൻ 1 and 2. ഓക്കെ, സോറി, ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു കേട്ടോ. സോ നമ്മൾ ഇക്വേഷൻ 1 and 2 നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് കൈനറ്റിക് എനർജി, അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ½ mvc² 2 mgl കിട്ടി. ഇവിടെ mg എന്ന് പറയുന്നത് mv²/l എന്നും കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. എഴുതും നമുക്ക് എങ്ങനെയാ കിട്ടുക? അതായത് കൈനറ്റിക് എനർജി അല്ലേ, കൈനറ്റിക് എനർജി ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും? ടോട്ടൽ എനർജി ഉദ്ദേശിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാല് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എന്തെന്ന് കിട്ടും നമുക്ക്? ½ m. ഇതിലെ mg എന്ന് പറയുന്നത് mv²/l ഈക്വൽ ആണെന്നാണല്ലോ നമ്മളോട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ ആദ്യം ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. മാറ്റി എഴുതുമ്പോൾ എങ്ങനെയുണ്ടാ? mgl ഈസ് ഈക്വൽ ടു mv² ആണല്ലേ, mv² എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ നമുക്ക് v² എന്താണ്? vc² ആണ്, അറ്റ് c ഉള്ളതാണ്. നമുക്ക് എന്ത് കിട്ടി? mgl ഈക്വൽ ടു mvc² എന്ന് കിട്ടി. സോ ഒന്നുമില്ല, ഇവിടെയുള്ള mvc² ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് റീപ്ലേസ് ചെയ്യുക അല്ലെ, മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് അങ്ങനെ തന്നെ എഴുതിയ ഈ mc മാറ്റി mvc² മാറ്റി എന്താക്കി? mgl എന്ന് എഴുതി പ്ലസ് ആരെന്ന് എഴുതി? 2 mgl. ഓക്കെ, എന്തെന്ന് കിട്ടി? ടോട്ടൽ എനർജി നമുക്ക് ½ mgl പ്ലസ് 2 mgl എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഒന്നുമില്ല, ജസ്റ്റ് പ്ലസ് ചെയ്യാ അല്ലെ. എന്ത് കിട്ടും നമുക്ക്? 5/2 അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/2 എന്തെന്ന് കിട്ടും? mgl എന്ന് കിട്ടും. ഓക്കെ, സോ ടോട്ടൽ എനർജി എന്തെന്ന് കിട്ടി നമുക്ക്? 5/2 mgl അറ്റ് ഏത് പൊസിഷൻ? സി എന്ന പൊസിഷൻ. ഓക്കെ, അറ്റ് സി എന്ന പൊസിഷനിൽ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ആൻസർ ഉണ്ടല്ലോ. നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ആൻസർ ഉണ്ടല്ലോ. ഓക്കെ, ആ ആൻസറുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ഇക്വേഷൻ അറ്റ് എ എന്ന കാര്യത്തിൽ എന്താ കിട്ടി നമുക്ക്? എ എന്ന കാര്യത്തിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ എല്ലിനെ അങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയൊരു എനർജി ഉണ്ട്, ഞാനത് മയച്ചു പോയി. ഓക്കെ, അത് എത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് mvc². ഓക്കെ, അത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി മയച്ചുപോയി. ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് mvc² ആണെങ്കിൽ mv0² ആണെങ്കിൽ mv0² ആണെങ്കിൽ അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 ഓക്കെ
അറ്റ് എ എന്ന പൊസിഷനിൽ 5/2 mgl is equal to എന്തെന്ന് കിട്ടും? m ഓക്കെ എം v0 സ്ക്വയർ അല്ല, അതെ കറക്റ്റാണ്. mv0 എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഞാൻ ആ ഇക്വേഷൻ മായ്ച്ചു പോയതാണ്, നമ്മളത് ഓർത്തെടുക്കുക. ഓക്കെ, സോ നമ്മൾ എന്താവും 5/2 mgl is equal to mv0 എന്ന് കിട്ടും. എന്താവും? എമ്മും കട്ടാവും അല്ലെ, എമ്മും കട്ടാവും. നമുക്ക് ഇനി എന്തെന്ന് കിട്ടും? 5/2 gl ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഇവിടെ തന്നെ എഴുതാവേ. 5/2 gl ഈക്വൽ ടു m. gl ഈക്വൽ ടു m കുത്തിപ്പോയല്ലോ. v0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഒന്നുമില്ല, v0 എന്താണെന്ന് കണ്ടുപിടിക്കാം അല്ലെ. v0 എന്താണ്? ഈക്വൽ ടു റൂട്ട് ഓഫ് ആര്? 5/2 gl. ഓക്കെ, ഇക്വേഷൻ എന്തെന്ന് കിട്ടി? നമ്മൾ കഷ്ടപ്പെട്ട എന്തിനാണ്? v0 കണ്ടുപിടിക്കാനാണല്ലേ. അപ്പൊ v0 എന്തെന്ന് കിട്ടി നമുക്ക്? 5/2 gl എന്ന് കിട്ടി. ഓക്കെ, പിന്നെ രണ്ടാമത്തെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരാളുണ്ടല്ലോ, ആരാണത്? സ്പീഡ് അറ്റ് പോയിന്റ് ബി ആൻഡ് സി അല്ലേ. സ്പീഡ് അറ്റ് പോയിന്റ് ബി ആൻഡ് സി. അപ്പം ബി ആൻഡ് സിയിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ആദ്യം നമുക്ക് സി എന്ന വി സി നമുക്ക് ഈ ഓൾറെഡി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറ. എം ജി ഇസ് ഈക്വൽ ടു എന്തെന്നറിയാം? എം ജി ഇസ് ഈക്വൽ ടു mv/c² എന്ന ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, എന്താണ്? എം ജി ഇസ് ഈക്വൽ ടു mv/c²/l. ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയുണ്ട്, ആള് എവിടെയും പോയിട്ടില്ല. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കണ്ട mgl is equal to mvc² എന്ന്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? എമ്മും കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? vc² is equal to ആരെന്ന് കിട്ടി? gl എന്ന് കിട്ടി അല്ലേ. gl എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്ന് പറയൂ? vc is equal to റൂട്ട് ഓഫ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്താണ്. ഓക്കെ, mgl is equal to mvc² ആണ്. അങ്ങനെയാണെങ്കിൽ എമ്മും കട്ട് ചെയ്ത് vc is equal to നമുക്ക് എന്തെന്ന് പറയാം? gl എന്ന് പറയാം അല്ലേ. അപ്പൊ vcയും കിട്ടി. ഓക്കെ, ഇനി ആരെ കണ്ടുപിടിക്കണം നമുക്ക്? ഇനി vb എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ vb ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ എഴുതാൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനുകൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ മയക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് ബിയിലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അറ്റ് ബിയിൽ എന്താണ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അറ്റ് ബിയിൽ എന്താണ്? ഒന്നുമില്ല, നമ്മൾ ആദ്യം ടോട്ടൽ എനർജി എന്താണ്? 12mvb² അല്ലേ. 12mvb² പ്ലസ് നമുക്ക് എന്തെന്ന് കിട്ടും? mgl എന്ന് കിട്ടും. കാരണം എന്താ? ഇവിടെ ബോള് ചെന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള അതിന്റെ h എത്രയാണ്? l ആണല്ലേ. സോ mgl. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി എന്താണ്? ഇനി ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്തിടാം. എന്ത് അപ്ലൈ ചെയ്തിടാം? v0² എന്ന് പറയുന്നത് 5gl ആണെന്ന് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, v0² എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നറിയാം? ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 12mvb² ഈക്വൽ ടു mgl എന്നാണല്ലോ. സോ ഇതിനെ നമുക്ക് ഇതിൻ്റെ എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12mv0². ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഇക്വേഷനിൽ എന്താണ്? 12mv0² ഉണ്ടായിരുന്നു, അത് ഞാൻ അയച്ചു പോയി. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? 12mv0². അതിന് vbക്ക് ഇക്വേറ്റ് ചെയ്യുന്ന രീതിക്കാക്കാം.
സോ അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സീറോ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ പ്ലസ് എം ജി എൽ എന്ന് കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യാം? ഹാഫ് എം വി ബി സ്ക്വയർ പ്ലസ് എം ജി എൽ ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? 5/2 എം ജി എൽ എന്നാക്കും. ഓക്കെ, എന്തുമാണ് ഇക്വേറ്റ് ചെയ്തതാ? ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജി. ഓക്കെ, അവിടെയുള്ള ടോട്ടൽ എനർജിയാണ് നമ്മൾ ഇവിടെ എന്താ പറയാ, ടോട്ടൽ എനർജിനെ നമ്മൾ ഹാഫ് എം വി സ്ക്വയർ ആയിട്ട് എടുത്തത്. ഓക്കെ, വി സീറോ സ്ക്വയർ ആയിട്ട്. കാരണം നമുക്കറിയാം V0 പോയിന്റിൽ എന്തില്ല, പൊട്ടൻഷ്യൽ എനർജി ഇല്ല എന്ന്. സോ നമ്മുടെ ടോട്ടൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജിയാണ്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഒന്നുമില്ല. ഈ ഹാഫ് എം വി സി സ്ക്വയർ എന്ന് പറയുന്നത് V0 സ്ക്വയർ എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് എയിൽ ആരാണ്? കൈനറ്റിക് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും എന്ന് പറയൂ? 5/2 എം ജി എൽ. ഓക്കെ, 5/2 എം ജി എൽ. ഓക്കെ, ഇനി ഒന്നുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് ഇത് എന്താ പറയാ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വി ബി കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഈ 2ഉം കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇതൊന്ന് മയക്കുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2ഉം കട്ട് ചെയ്തു. പിന്നെ ആരാളത്? ഓക്കെ, 5 എം ജി എൽ മൈനസ് എം ജി എൽ ഓക്കെ ഈക്വൽ ടു എം വി ബി സ്ക്വയർ അല്ലേ? എന്തെന്ന് കിട്ടി? അങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാന്ന് പറയോ? ഇവിടെ ഒരു 2 മിസ്സിങ് ആണല്ലോ. ഓക്കെ, ഇവിടെ ഒരു 2 മിസ്സിങ് ആണ്. ഒരു മിനിറ്റ്. വി ബി സ്ക്വയർ ഈക്വൽ ടു 5/2 എം ജി എൽ മൈനസ് എം ജി എൽ എന്ന് കിട്ടി. ഓക്കെ ഓക്കെ സോറി അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ മിനിറ്റ്. മാത്തിലുള്ള പ്രശ്നം പറ്റിയത്. ഇവിടെ ഉള്ളത് മയക്കാൻ പറ്റത്തില്ല, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, മനസ്സിലായി. സോ 5/2 is equal to ഹാഫ് എം വി ബി സ്ക്വയർ പ്ലസ് എം ജി എൽ. ഞാൻ പെട്ടെന്ന് എടുത്തു പോയി, ഈ ആളെ ഓർത്തില്ല. നമ്മളങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ആളെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? 5/2 എം ജി എൽ മൈനസ് എം ജി എൽ ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ആ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, ആദ്യം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ എന്താവും? 5 - 2 അതായത് 3 അല്ലേ? 3/2 എം ജി എൽ എന്ന് കിട്ടും നമുക്ക്. ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ. ഇനി നമുക്ക് കട്ട് ചെയ്യാം ആരെ? 2നെയും. അങ്ങനെ എന്ത് കിട്ടും? 3 എം ജി എൽ ഈസ് ഈക്വൽ ടു എം വി ബി സ്ക്വയർ. എമ്മും കട്ട്. ഇനി എന്ത് കിട്ടും? വി ബി സ്ക്വയർ ഈക്വൽ ടു 3GL. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. ഈ ഒരു പോർഷനിൽ എഴുതുന്നുണ്ട്. എന്താ എഴുതുന്നേ? വി ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? √3GL എഴുതിക്കൂടെ? എഴുതാം. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വി സിയും കണ്ടുപിടിച്ചു, വി ബിയും കണ്ടുപിടിച്ചു. ഇനി എന്താണ് പറയുന്നത്? ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് റേഷ്യോ ചെയ്താൽ മതി അല്ലേ? അപ്പം നമ്മളെ കടമ്പകളൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് ടീച്ചർ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, എന്നാലും നമ്മളത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കണം അല്ലേ? നമുക്കൊന്ന് ജസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, എന്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളുടെ KB/KC ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ? സോ KB/KC ചെയ്യുമ്പോൾ എന്താണ് നമുക്കറിയാം? ഓൾറെഡി നമുക്കറിയാം എന്താണ്. കുട്ടികളെ എഴുതി വെക്കണേ, കാരണം മയക്കുമ്പം പിന്നെ ഓർമ്മ കിട്ടത്തില്ല. സോ KB നമുക്ക് അവിടെയുള്ള കൈനറ്റിക് എനർജി ഹാഫ് എം വി ബി സ്ക്വയർ ആണെന്നറിയാം, ഡിവൈഡഡ് ബൈ KC അല്ലേ? KCയിൽ എന്താണെന്നറിയാം നമുക്ക്? ഹാഫ് എം വി സി സ്ക്വയർ ആണെന്നറിയാം. ഇങ്ങനെ ഇത് രണ്ടും കട്ടായി എന്ത് കിട്ടി നമുക്ക്? വി ബി സ്ക്വയർ ബൈ വി സി സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം എന്തറിയാം? വി ബി സ്ക്വയർ എന്ന് പറയുന്നത് 3GL ആണ്. വി സി സ്ക്വയർ എന്തായിരുന്നു? 5/2GL ആണല്ലേ? ഓക്കെ, 5/2 ആയിരുന്നു. എത്രയായിരുന്നു വി സി? നമ്മുടെ വി സി സ്ക്വയർ എന്ന് പറയുന്നത്, സോറി, വി സി എന്ന് പറയുന്നത് നമ്മളുടെ GL ആണ്. 5/2 അല്ല, അത് ടോട്ടൽ എനർജിയാണ് റൂട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്തെന്നറിയാം? GL എന്നറിയാം അല്ലേ? നമുക്കറിയാം വി സി സ്ക്വയർ എന്ന് പറഞ്ഞ GL ആണ്. വി സി എന്താണ്? √GL ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജി എല്ലും കട്ട് ചെയ്തു. ഇനി എന്തെന്ന് കിട്ടും? 3/1. സോ നമുക്ക് ഈ റേഷ്യോ എന്തെന്ന് കിട്ടി? KB/KCയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3/1, അല്ലെങ്കിൽ ഇതിന്റെ റേഷ്യോ ആക്കി എഴുതുമ്പോൾ 3:1 എന്ന റേഷ്യോ നമുക്ക് കിട്ടിയല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ കടമ്പകൾ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ മൂന്നിന്റെയും ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയൂ? നമ്മൾ V0 കണ്ടുപിടിച്ചു, ഇക്കരുത് V0 കണ്ടുപിടിച്ചു, സ്പീഡ് V, അതായത് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് VBയും VCയും കണ്ടുപിടിച്ചു. അതിനുശേഷം എന്തും കണ്ടുപിടിച്ചു? നമ്മൾ KB, കൈനറ്റിക് എനർജി അറ്റ് ബിയും കൈനറ്റിക് എനർജി അറ്റ് സിയും തമ്മിലുള്ള എന്ത് കണ്ടുപിടിച്ചു? നമ്മളെ റേഷ്യോവും കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാം മനസ്സിലായില്ലേ? അപ്പൊ സ്റ്റുഡൻസ്, നമ്മൾ എന്ത് പറഞ്ഞു? മെക്കാനിക്കൽ എനർജിയെ കുറിച്ച് പറഞ്ഞു, മെക്കാനിക്കൽ എനർജിന്റെ കൺസർവേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ എനർജി ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനർജിയുടെ ക്ലാസ് നമ്മൾ എനർജറ്റിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് എന്താണ്? പവർ ആണ്. പവറിന് വേണ്ടി പവറോടെ വെയിറ്റ് ചെയ്തിരിക്കുക. സോ നെക്സ്റ്റ് സെഷനിലേക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.